മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന വീഡിയോ ഈ ചാക്കിനകത്ത ഇഞ്ചി. നമ്മൾ ചാക്കിനകത്ത ഇഞ്ചിയെപ്പറ്റി പറഞ്ഞിരുന്നു. ചാക്കിനകത്ത് ഇഞ്ചി നടാം. ഇപ്പോൾ സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുന്നത് മൂലം നമുക്ക് ചെടിച്ചട്ടികളിലും ചാക്കിലും ഒക്കെയാണ് ഇപ്പോൾ അടുക്കളത്തോട്ട നിർമ്മാണങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പുരോഗമിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇഞ്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സുഗന്ധവ്യഞ്ജനമാണ്. ഒട്ടനവധി രോഗങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഗ്യാസ്, അതുപോലെ തന്നെ ഉദര രോഗങ്ങൾ, ഇതൊക്കെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ കറികൾക്ക് രുചിയും അതുപോലെ തന്നെ ഗുണവും ഉണ്ടാകാൻ ഇഞ്ചി അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ വീട്ടമ്മമാരും ഒക്കെ ഇന്ന് ഇഞ്ചിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ഇഞ്ചിയുടെ ഇപ്പോഴത്തെ വില പൊള്ളുന്ന വിലയാണ്, വലിയ വിലയാണ്, കരുവാലത്തും ഇല്ലാത്ത രീതിയിലുള്ള വിലയാണ് ഇഞ്ചിക്കുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഒരു ചാക്കിൽ ഇഞ്ചി കൃഷി ചെയ്ത് തന്നെ ഒരു ചെറിയ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വിളവെടുക്കുന്ന രീതിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഒരു ചെറിയ ചാക്കിനകത്ത് 7 കഷ്ണം ഇഞ്ചി, 7 കഷ്ണം 5 ഗ്രാം മാത്രം വലിപ്പമുള്ള ഇഞ്ചി കഷ്ണങ്ങളാണ് നമ്മൾ ഈ ചാക്കിനകത്ത് നട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ ഒരു ചാക്കെടുത്തു. ഈ ചാക്കിനകത്ത് ആദ്യം കുറച്ച് കരിയില ഇട്ടു, അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടു, പിന്നെയും നമ്മൾ കുറച്ച് കരിൽ നിർത്തി, അതിന് ശേഷം മണ്ണിട്ടു. മണ്ണിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ മണ്ണിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ മണ്ണിൻ്റെ പുറത്ത് നമ്മൾ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് മണ്ണിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ മുറിച്ച് വെച്ചിരുന്ന ഈ ചെറിയ ഇഞ്ചി കഷ്ണങ്ങൾ, 5 ഗ്രാം മാത്രം വലുപ്പമുള്ള ഇഞ്ചി കഷ്ണങ്ങൾ 7 കഷ്ണം നമ്മൾ ആ ചാക്കിനകത്ത് ആ മണ്ണിൽ നട്ടിട്ടിപ്പം 1 മാസവും 15 ദിവസവുമായി. ഇപ്പം ഇത്രയായി സംഗതി. 1 മാസവും 15 ദിവസവുമായി ഇത്രയായി. ഇനിയും ഇപ്പോൾ നമ്മളിതിന് 2ാം ഘട്ട വളമെടുപ്പാണ്. 2ാം ഘട്ട വളം ഇടുകയാണ്. 2ാം ഘട്ട വളം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ രോഗകീടബാധകൾ ഉണ്ടാകുന്ന ഒരു വിളയാണ് ഇഞ്ചി എന്ന് പറഞ്ഞാൽ. വളരെ അധികം ഗുണപ്രദമൊക്കെ ആണെങ്കിലും നമുക്ക് കൃഷി ചെയ്ത് വലിയ ലാഭമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ഇതിന് പെട്ടെന്ന് രോഗങ്ങൾ പിടിപെട്ട് നശിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി വേണം നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യാൻ. കൃഷി ചെയ്താൽ ഒത്തു കിട്ടിയാൽ വളരെ നേട്ടമാണ്. കാരണം നമുക്ക് ഒന്നിച്ച് ഇതിൻ്റെ പൈസ കിട്ടും. അതുപോലെ തന്നെ ഈ ഇഞ്ചി നമ്മുടെ വായുവിനെ വളരെയധികം ഊർജ്ജസ്വലം നോക്കും. അതായത് ഇഞ്ചിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഈ വാതകം നമുക്ക് ഒരു മരുന്നിന് തുല്യമായുള്ള ഒരു സംവിധാനം കൂടി. അപ്പോൾ ഇഞ്ചി കൃഷി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ ഈ ചാക്കിനകത്ത് ഇഞ്ചിക്കകത്ത് നമ്മൾ കരിയിലെ മണ്ണൊക്കെ ഇട്ടെങ്കിൽ പോലും ഈ 1.5 മാസം കൊണ്ട് ഈ കരിയിലേക്ക് അങ്ങ് ലയിച്ച് വളമായിട്ട് അങ്ങ് മാറി. അപ്പോൾ അതെല്ലാം കൂടെ ഇഞ്ചി വലിച്ചെടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇഞ്ചി ഇപ്പോൾ ഇത്രയും രീതിയിൽ കാണുന്നത്. 5 ഗ്രാം മാത്രം വലിപ്പമുള്ള ഇഞ്ചി കഷ്ണം വളർന്ന് ഈ വലിപ്പമായെങ്കിൽ അത് അതിൻ്റെ ഒരു ഗുണം കൊണ്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മണ്ണ്, ഇവിടെ നമ്മൾ മണ്ണ് അരിച്ചെടുത്ത മണ്ണാണ്. ഈ മണ്ണ് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. മണ്ണ് കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എല്ലുപൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഒരു 100 ഗ്രാം എല്ലുപൊടിയേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. ഈ 100 ഗ്രാം എല്ലുപൊടി നമ്മൾ ഈ മണ്ണിൻ്റെ മുകളിൽ വിതറി കൊടുക്കാൻ പോവുകയാണ്. മണ്ണിൻ്റെ മുകളിൽ നമ്മൾ വിതറി കൊടുത്തു. ഇനി നമ്മൾ അല്പം കൂടെ മണ്ണിട്ട് കൊടുക്കുകയാണ്. വളത്തിൻ്റെ മുകളിൽ നമ്മൾ അല്പം കൂടി മണ്ണിട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ പച്ചില വളം ഇഞ്ചിക്ക് ഏറ്റവും നല്ലതാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ തോല് വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ചീമപ്ലാവിൻ്റെ തോലാണ്. ചീമപ്ലാവിൻ്റെ തോല് എപ്പോഴും കിട്ടണമെന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ പ്ലാവിൻ്റെ കിട്ടാനില്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ചീമക്കൊന്നയുടെയാണ്. ചീമക്കൊന്ന വളരെ നല്ല ഒരു പച്ചില വളമാണ് ചീമക്കൊന്നയുടെ തോല് കിട്ടാമെങ്കിൽ അത് വെക്കുക. അതും കിട്ടാൻ വഴിയില്ലെങ്കിൽ വട്ടയിലയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ ചീമക്കൊന്നയുടെ ഇല, അതുപോലെ ചീമപ്ലാവിൻ്റെ ഇല, വട്ടയില, ഇത് 3ഉം കിട്ടിയില്ലെങ്കിൽ മാത്രമേ മറ്റു തോലുകൾ നമ്മൾ ആശ്രയിക്കാവൂ. എല്ലാ തോലും ഇതിന് വളമാണ്. കാരണം ഇത് 3ഉം വളരെ പെട്ടെന്ന് അഴുകുകയും മണ്ണിൽ ലയിക്കുകയും അപ്പം അതിൽ നിന്ന് വളരെ പോഷക മൂല്യങ്ങൾ
ഈ ഇഞ്ചിക്ക് ലഭ്യമാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് വേണ്ടി നമ്മൾ ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തോല് വെക്കുകയാണ്. അപ്പോൾ തോല് വെച്ച് കഴിഞ്ഞു. അപ്പോൾ തോല് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഇട്ട മണ്ണ് തറയാതിരിക്കാനാണ്. ഇട്ട മണ്ണ് തറഞ്ഞാതിരിക്കുന്നതിൽ മാത്രമേ ഇഞ്ചി നല്ല രീതിയിൽ വളർന്നു വരത്തുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് നമുക്കറിയാം, ഇത് കടലപ്പിണ്ണാക്കാണ്. ഈ കടലപ്പിണ്ണാക്ക് അതാണ്ട് ഇതിന് തോലിന് മുകളിലാണ് നമ്മൾ ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നല്ല ചൂടാണ്. വെള്ളവും ഇതുകൂടെ പിന്നെ ചേർന്ന് ഉടനെ നല്ല ചൂട് അനുഭവപ്പെടും. അപ്പം ഈ തോലിൻ്റെയൊക്കെ അടിയിലാണ് ഇത് വെക്കുന്നെങ്കിൽ ആ ചൂട് ഒരു പക്ഷേ നമ്മുടെ ഈ നട്ട ഇഞ്ചി നശിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവും, അല്ലെങ്കിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാവും. ആ ഇഞ്ചിയുടെ മാണം, ഇഞ്ചിയുടെ വിത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആ സാധനം പഴുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ധാരാളം വെള്ളം ഇതിൻ്റെ മുകളിൽ വരും. അപ്പോൾ അത് ലയിച്ച് കുറേശ്ശെ അങ്ങ് ഇറങ്ങിക്കൊള്ളും. ഒരു പക്ഷേ വെള്ളം വീണില്ലെങ്കിൽ തന്നെയും കുഴപ്പമില്ല, അങ്ങനെ തന്നെ അങ്ങ് കിടക്കും, ഒരു തർക്കവുമില്ല. ഇത് നമ്മളൊരു 100 ഗ്രാമാണ് നമ്മൾ കടലപ്പിണ്ണാക്ക് ഇട്ടത്. അപ്പോൾ കടലപ്പിണ്ണാക്കിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ചാണകത്തിന് തുല്യമാണ് ചാണകം. അപ്പോൾ ചാണകത്തിനെ പറ്റി പറഞ്ഞപ്പോഴൊരു കാര്യം കൂടെ ഓർമ്മിക്കണം. ഒരു കാരണവശാലും ചാണകം അതുപോലെ നമ്മൾ തൊഴുത്തിൽ നിന്ന് എടുക്കുന്ന രൂപത്തിൽ നമ്മൾ ഇഞ്ചിക്ക് ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചിക്ക് പഴുപ്പുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നുകിൽ ചാണകം നല്ല ഭംഗിയായിട്ട് ഉണക്കിപ്പൊടിച്ച് സൂര്യൻ്റെ ചൂടിൽ ഉണക്കിപ്പൊടിച്ച് അല്പം അകലെ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഈ തൊഴുത്തിൽ നിന്ന് എടുക്കുന്ന ചാണകം അതിനകത്തെ ആ പോച്ചയും മറ്റുമൊക്കെ നീക്കം ചെയ്തതിന് ശേഷം അത് വെള്ളത്തിനകത്തിട്ടിരുന്ന് ഒരു 4-5 ദിവസം ആ വെള്ളത്തിൽ കിടന്നതിന് ശേഷം അതിൻ്റെ തെളി മാത്രം ഊറ്റി തളിക്കുക. കാരണം ചാണകത്തിൽ ഒരുപാട് പ്രാണികൾ, ചെല്ലികളും കീടങ്ങളും ഒക്കെ മുട്ടയിടാനുണ്ട്. അപ്പോൾ ഈ ചാണകം അതുപോലെ വാരി ഈ സസ്യങ്ങൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ കീടബാധകൾ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാണകം അങ്ങനെ ചേർക്കാവും. അതുപോലെ ചാമ്പൽ കഴിയുന്നതും ഈ പറഞ്ഞ കൂട്ട് ഇതിൻ്റെ പുറത്ത് മാത്രമേ കുറച്ച് ദൂരെ കൂട്ടി ഇടാവും. പിന്നെ കോഴിവെള്ളം ഒരു കാരണവശാലും ഇഞ്ചി ഇടാത്തതാണ് നല്ലത്. കാരണം വളരെ ചൂടുള്ളതാണ്, ഇഞ്ചി നശിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. ഈ വേപ്പിൻ പിണ്ണാക്ക് നമുക്കറിയാം കീടബാധകളെ ചെറുക്കുന്നതാണ്. ഇതിൻ്റെ ചെല്ലി അതുപോലെ അങ്ങനെയൊക്കെ ഉള്ളതിനെ ചെറുക്കുന്ന ഒരു സംഗതിയാണ് വേപ്പിൻ പിണ്ണാക്ക്. നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് വാരി ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ കടലപ്പിണ്ണാക്കിന് ഒരു ദോഷമുണ്ട്. ഉറുമ്പിനെ ആകർഷിക്കും കടലപ്പിണ്ണാക്ക്. ഉറുമ്പിൻ്റെ ഒരു നല്ല ഭക്ഷണമാണ് ഈ കടലപ്പിണ്ണാക്ക്. അപ്പോൾ അതുകൊണ്ട് കടലപ്പിണ്ണാക്ക് നമ്മൾ ഇതിൻ്റെ മുകളിലാക്കി, മണ്ണിന് അടിയിലല്ല മണ്ണിന് മുകളിലാണ് ഇടുന്നതെങ്കിൽ ഉറുമ്പ് കയറാതിരിക്കാനുള്ള എന്തെങ്കിലും സംഗതി ചെയ്യണം. ഇപ്പോൾ വേപ്പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞുകൊണ്ട് ഉറുമ്പ് കയറത്തില്ല. അപ്പോൾ ഇതിനെയും മഴയൊക്കെ പെയ്യുന്നുണ്ടേ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ടേ ഇത് ലയിച്ച് താപ്പോട്ട് പോയി അതിൻ്റെ വേര്, ഈ ഇഞ്ചിയുടെ വേര് ഈ സംഭവം വലിച്ചെടുത്ത് ഇത് വളർന്നു വരും. അപ്പം ഏതാണ്ട് 8 മാസമാണ് ഇതിൻ്റെ വിളവിൻ്റെ കാലാവധി. നമ്മൾ ഉദ്ദേശിക്കുന്ന 10 കിലോ ഇഞ്ചി ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇത് വിളവെടുക്കുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇനി ഒരു വളം കൂടി ഇതിന് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 2 വളം ചെയ്തു, ഒരു വളം കൂടി ചെയ്ത് കഴിഞ്ഞ് പിന്നെ വളം ചെയ്യേണ്ട കാര്യമില്ല, പിന്നെ നമ്മൾ വിളവെടുത്താൽ മതി. ഇനിയും ചെയ്യേണ്ട വളം ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാം. അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃഷിയെയും നമ്മുടെ മണ്ണിനെയും സമൃദ്ധമാക്കുന്ന രീതി നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും പൂർണ്ണമായ പിന്തുണ ഞാൻ സാദരം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.